ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൗണിക്ക് ടാറ്റ പറഞ്ഞിട്ട് അമ്മ വീട്ടിലോട്ട് പിന്നെയും പോവാം. ഇന്നും ഒരുങ്ങുന്നത് പ്രശ്നമായിരുന്നു. ആ രണ്ട് കണ്ടക്ടർമാർ നല്ല തെറിവിളിയായിരുന്നു. കാരണം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇതെൻ്റെ അടുത്തിരുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിക്ക് എനിക്ക് ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ പറയാനൊക്കെ ഒരുങ്ങിയിരുന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ സ്റ്റോപ്പ് ചെയ്ത് ചേച്ചി ഇറങ്ങിപ്പോയി. ഇനി അടുത്ത ആളെ പിടിക്കാൻ നേരം നിങ്ങൾക്കറിയാം, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വരെ ChatGPT വരെ നോക്കി എത്ര തൊട്ട് എത്ര മണി വരെയാണ് ഗുഡ് മോർണിംഗ് പറയണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നിട്ടും പറയാൻ പറ്റിയില്ല. ഓർത്തേ എൻ്റെ സൈഡിൽ ഷട്ടർ തുറന്നിട്ടില്ല ഗൈസ്. എല്ലാവരുടെയും ഷട്ടർ തുറന്നിട്ടുണ്ട്, എൻ്റെ ആ സൈഡിൽ മാത്രം ഷട്ടർ തുറന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഓർക്കും അങ്ങനെ എണീറ്റും കൊണ്ട് തുറന്നാൽ മതിയില്ലേന്ന്. അങ്ങനെയല്ല, ഞാൻ തുറന്നിട്ടെങ്ങാനും അത് തുറന്നില്ല, ഞാൻ നാണം കെട്ട് പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേച്ചിയുടെ തലയിലിട്ട് നോക്കിയപ്പോൾ ആ ചേച്ചിയുടെ തലയിൽ വെയിലിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് ആ വെയിൽ. അപ്പോൾ എനിക്ക് ആശ്വാസമായി, കാരണം ഷട്ടർ ഓർക്കണ്ടല്ലോ. പക്ഷേ എനിക്കെന്നാലും ഭയങ്കര വിഷമമായി. എനിക്ക് ശരിക്കും വിഷമമായി. ഞാൻ അപ്പുറത്തെ സീറ്റ് കണ്ടിട്ട് ഞാൻ ഓടി അപ്പുറത്തോട്ടിരുന്ന് വിഷമം മാറ്റാൻ ലിപ് ബാം ഇട്ടിട്ട് നമ്മൾ കണ്ട കൊച്ചുങ്ങളുടെ ബൂസ്റ്റ് ഉപ്പയും കൊതുവിട്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം അടുത്ത ചേച്ചീനെ കണ്ടു. അടുത്ത ചേച്ചിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ ഓർത്തിരുന്നപ്പോഴത്തേക്കും ആ ചേച്ചി എണീറ്റ് പോയി. ഭാഗ്യമില്ലേ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തൊന്നും ആരും ഇരുന്നുമില്ല. ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് വെയിലായതുകൊണ്ട് എനിക്ക് കുടയില്ലാത്തതുകൊണ്ട് എൻ്റെ മമ്മി എന്നെ കൂട്ടാൻ വന്നു. ഓ പാവം. അപ്പം ഇന്നത്രേ ഉള്ളൂ. ഇതാണ് ഫിറ്റ് ചെക്ക്. ബൈ, ടാറ്റാ.